ഹായ് ഓൾ, വെൽക്കം ടു മെൻഡസ് കൊമേഴ്സ് അക്കാദമി. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 തുല്യത ബിസിനസ് സ്റ്റഡീസിലെ വിപണനം എന്ന ചാപ്റ്ററാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് വിപണന മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ വിപണി എന്ന് വെച്ചാൽ മാർക്കറ്റ്, നമ്മുടെ പ്രൊഡക്റ്റും സർവീസസും അവൈലബിൾ ആവുന്ന പ്ലേസ് ആണ് എന്ത് മാർക്കറ്റ് എന്ന് പറയുന്നത്. വിപണനം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഉണ്ടാക്കിയ ഐറ്റം വിൽക്കുക മാത്രമല്ല ഇവിടെ ചെയ്യുന്നത്. ഒരു പ്രൊഡക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് തൊട്ട് അതിൻ്റെ ആഫ്റ്റർ സെയിൽ സർവീസ് വരെ എത്തി നിൽക്കുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മൾ വിപണനം എന്ന് പറയുന്നത്. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അതെല്ലാം വരുന്നുണ്ട്. ഉപഭോക്താക്കൾ ഏത് തരത്തിലാണ്, അവരുടെ അഭിരുചി എന്താണ്, എത്ര അളവിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കണം, ഏത് പ്രൊഡക്റ്റ് കൊടുത്താലാണ് അവർ സാറ്റിസ്ഫൈഡ് ആവുക, എങ്ങനെ അത് വിറ്റഴിക്കാം, എങ്ങനെ പരസ്യം കൊടുക്കണം, വിറ്റതിന് ശേഷം എങ്ങനെയൊക്കെ ആഫ്റ്റർ സെയിൽ സർവീസും കൂടെ കൊടുക്കണം. ഇതൊക്കെ വരുന്ന പ്രവർത്തനമാണ് ഇത് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ വിപണനം എന്ന് പറയുന്നത്. നിങ്ങൾ എന്തായാലും വിപണനത്തിൻ്റെ സവിശേഷതകളൊന്ന് നോക്കി വെക്കണം. ആവശ്യവും ആഗ്രഹവും. ഒരു ഉപഭോക്താവ് ഒരു സാധനം വാങ്ങണമെങ്കിൽ ആ സാധനം വേണമെന്ന ആവശ്യം ഉണ്ടാവണം, ആഗ്രഹവും അയാൾക്കുണ്ടാവണം. ഉദാഹരണത്തിന് വിശന്നിരിക്കുന്ന ഒരാളിന് ആഹാരം വേണമെന്ന ആവശ്യമുണ്ട്, ആഗ്രഹമുണ്ട്. ഇനി രണ്ടാമത്തെ പോയിന്റ് വരുന്നത് വിപണിയിലെ ആഗ്രഹങ്ങൾ സൃഷ്ടിക്കുക എന്നാണ് വരുന്നത്. വിപണിയിലെ ആഗ്രഹങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. വിപണിയിൽ വാഗ്ദാനങ്ങൾ സൃഷ്ടിക്കുക. ഇതിൽ ഉപഭോക്താക്കളുടെ അഭിരുചിയൊക്കെ മനസ്സിലാക്കി ഉപഭോക്താക്കൾക്ക് എല്ലാ സവിശേഷതയും ഉള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും എന്ത് ചെയ്യുക, ന്യായമായ വിലയ്ക്ക് അവർക്ക് എത്തിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിപണിയിൽ ക്രിയേറ്റ് ചെയ്യുക, വാഗ്ദാനങ്ങൾ സൃഷ്ടിക്കുക. അടുത്തത് ഉപഭോക്താവിന് മൂല്യം ലഭ്യമാക്കുക. ഉപഭോക്താവ് പൈസ കൊടുക്കുന്നുണ്ടല്ലോ, കൊടുക്കുന്ന പണത്തിന്റെ മൂല്യത്തിനനുസരിച്ചുള്ള സാധനമാണോ ലഭിച്ചത് എന്ന് ഉറപ്പാക്കണം. കൈമാറ്റം സാധ്യമാകുന്നു എന്ന് പറയുമ്പോൾ ഉൽപ്പാദകന്റെയും ഉപഭോക്താവിന്റെയും ആവശ്യങ്ങൾ സഫലീകരിക്കുന്നതിന് ഉൽപ്പന്ന കൈമാറ്റത്തിലൂടെയാണ്. ഇതൊക്കെയാണ് മാർക്കറ്റിങ്ങിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് തന്നെയാണ്. ഇനി നോക്കി വെക്കേണ്ടതാണ് വിപണനവും വിക്രയം. വിക്രയം മീൻസ് സെല്ലിംഗ്. വിപണനം എന്ന് വെച്ചാൽ മാർക്കറ്റിംഗ്, വിക്രയം എന്ന് വെച്ചാൽ സെല്ലിംഗ് എന്നാണ് അർത്ഥം. മാർക്കറ്റിങ്ങും സെല്ലിങ്ങും തമ്മിലുള്ള വ്യത്യാസം. വിപണനം ഒരു വിശാല രൂപമാണ്. കാരണം നമ്മൾ എന്ത് പറഞ്ഞു, ജസ്റ്റ് ഉണ്ടാക്കി വെച്ച പ്രൊഡക്റ്റ് വിൽക്കുകയല്ല, മാർക്കറ്റിനെ പഠിച്ച് ആ കസ്റ്റമേഴ്സിന് എന്ത് പ്രൊഡക്റ്റ് വേണമെന്ന് നോക്കി അതനുസരിച്ച് പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് വിറ്റ് അത് കഴിഞ്ഞ് ആഫ്റ്റർ സെയിൽ സർവീസും കൂടെ വരുന്ന ഒരു പ്രക്രിയയാണ് എന്ത് മാർക്കറ്റിംഗ്. വിക്രയം എന്താ ഉദ്ദേശിക്കുന്നത്? വിക്രയം എന്താണ് ഉദ്ദേശിക്കുന്നത്? വിക്രയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിപണനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് എന്ത് വരുന്നത്, വിക്രയം വരുന്നത്. വിപണനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് എന്ത്, വിക്രയം. ഇനി വിപണന ലക്ഷ്യം ഉപഭോക്താവിന് സംതൃപ്തിയും അതുവഴി ലാഭവർദ്ധനയുമാണ്. വിക്രയം എന്താണ്? വിക്രയത്തിന്റെ ലക്ഷ്യം സാധനങ്ങളുടെ ഉടമസ്ഥ കൈമാറ്റം. ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ എന്ത് ചെയ്യുക, കൈമാറ്റം ചെയ്യുക. വിപണനം ഉപഭോക്താവിൽ തുടങ്ങുന്നു, വിക്രയം ഉൽപ്പന്നങ്ങളിലാണ് തുടങ്ങുന്നത്. ഉൽപ്പന്നത്തിന്റെ ആസൂത്രണം, വിതരണം, വില നിർണയം തുടങ്ങിയ ധർമ്മങ്ങളെ ഏകോപിപ്പിക്കുന്നതാണ് എന്ത്, വിപണനം. ഇവിടെ എന്താ പറയുന്നത്, ഉപഭോക്താക്കളെ അനുനയിപ്പിക്കാൻ പ്രചോദിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് വിക്രയം. സെല്ലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഗുണഭോക്താക്കളെ ഒന്ന് അനുനയിപ്പിക്കുക, അവരെ വേടിപ്പിക്കാൻ പ്രേരിപ്പിക്കുക, അത് മാത്രമേ സെല്ലിങ്ങിലുള്ളൂ. പക്ഷെ മാർക്കറ്റിങ്ങിലെല്ലാം ഉണ്ട്. ഒരു പ്രൊഡക്റ്റ് ഏതാണ് ഉൽപ്പന്നം, അതിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നു, അതെങ്ങനെ വിതരണം ചെയ്യണം നോക്കുന്നു, അതിൻ്റെ വില എങ്ങനെ നിർണ്ണയിക്കണം നോക്കുന്നു, അതിൻ്റെ ആഫ്റ്റർ സെയിൽ സർവീസ്, എല്ലാ കാര്യങ്ങളും വരുന്നതാണ് എന്ത്, വിപണനം. വിക്രയം എന്ന് പറയുന്നത് ജസ്റ്റ് ഉൽപ്പന്നം ഉണ്ടാക്കിയത് വിൽക്കുക, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ്. അപ്പോൾ വിപണനം ഒരുപാട് ഏരിയ കവർ ചെയ്യുന്നതാണ്. പക്ഷേ വിക്രയം എന്താണ്, ഒരു വിപണനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്, നമ്മുടെ മാർക്കറ്റിങ്ങിന്റെ ഒരു ഭാഗം മാത്രമാണ് എന്ത്, വിക്രയം എന്ന് പറയുന്നത്. അടുത്തത് ഈ 4 കോൺസെപ്റ്റുകളൊന്ന് വായിച്ചോ. വിപണന മാനേജ്മെന്റിന്റെ തത്വശാസ്ത്രം 4 ഉൽപാദന സങ്കല്പം, ഉൽപ്പന്ന സങ്കല്പം, വിക്രയ സങ്കല്പം, വിപണന സങ്കല്പം, സാമൂഹ്യാധിഷ്ഠിത വിപണന സങ്കല്പം. ഇതിലെ പേര് തന്നെ കിട്ടും. ഉൽപാദനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മാക്സിമം ഉൽപ്പാദിപ്പിക്കുക, വിൽക്കുക, ചെലവ് കുറഞ്ഞ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുക,
ന്യായമായുള്ള വിലയ്ക്കുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക, അത് വിൽക്കുക. ഉൽപ്പന്ന സങ്കല്പം എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ആണ്. അവിടെ പ്രൊഡക്റ്റിന് ഇമ്പോർട്ടൻറ്റ്, ഉൽപ്പന്നത്തിന് ഇമ്പോർട്ടൻറ്റ്. നല്ല ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുത്ത് എന്നിട്ട് അത് വിൽക്കുക. വിക്രയം സെല്ലിങ്. അപ്പോൾ എന്ത് ചെയ്യുക, അതിലെന്ത് മാത്രമേ ഉള്ളൂ, ഗുണഭോക്താക്കളെ വേണ്ട വിധം ബോധവാന്മാരാക്കാതെയും പ്രചോദിപ്പിക്കാതെയും വിൽപ്പന എന്ത് ചെയ്യില്ല, മെച്ചപ്പെടുത്താൻ പറ്റില്ല. ഉണ്ടാക്കി വെച്ച ഐറ്റംസ് മാക്സിമം സെയിൽ ചെയ്യുക. വിപണന സങ്കല്പം എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ഇപ്പോൾ ഉള്ളതാണ്. താല്പര്യമുള്ളവ വാങ്ങാൻ തക്ക കഴിവുള്ള നിലവിലുള്ള ഉപഭോക്താക്കളെയാണ് ഒരു ഉൽപ്പന്നത്തിന്റെ വിപണി. എല്ലാ വിപണന തീരുമാനങ്ങളും ഉപഭോക്താവിനെ വീക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. സാമൂഹ്യാധിഷ്ഠിത വിപണന സങ്കല്പം എന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റിക്കും കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ സമൂഹക്ഷേമം കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനും അത് വിൽക്കാനും വേണ്ടിയിട്ട്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, വിപണനത്തിൻ്റെ ധർമ്മങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോയിന്റ്സ് പഠിച്ചു വെക്കുക. ആദ്യം വിപണന വിവരങ്ങൾ ശേഖരിക്കുകയും അപഗ്രഥിക്കുകയും ചെയ്യുക. അപ്പോൾ ഉൽപ്പാദകൻ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്ന ഉൽപ്പന്നത്തിൻ്റെ വിവിധ സാധ്യതകൾ മനസ്സിലാക്കുന്നതിനാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള മാക്സിമം വിവരങ്ങൾ നമ്മൾ ശേഖരിക്കണം. ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വിറ്റ് പോവോ, റോ മെറ്റീരിയൽ എവിടെ നിന്ന് കിട്ടും, അങ്ങനെയുള്ള മാർക്കറ്റിൽ ഞാൻ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത കസ്റ്റമേഴ്സ് അത് ആക്സെപ്റ്റ് ചെയ്യും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശേഖരിക്കുക, അപഗ്രഥിക്കുക. അതിനുശേഷം എന്താണ്, വിപണന പദ്ധതി ആസൂത്രണം, മാർക്കറ്റ് പ്ലാനിങ്. ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിറ്റഴിക്കാൻ ഉചിതമായൊരു വിപണി വേണം. ഒരു ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊണ്ടുപോയിട്ട് നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നിടത്ത് വിറ്റിട്ട് വല്ല കാര്യമുണ്ടോ, ഇല്ല. അപ്പോൾ വിപണി കണ്ടുപിടിക്കണം. ഉൽപ്പന്നത്തിന്റെ രൂപകൽപ്പനയും വികസിപ്പിക്കലും. അപ്പോൾ ഗുണഭോക്താക്കൾക്ക് ആകർഷകമായ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക, വികസിപ്പിച്ചെടുക്കുക എന്നത് മാർക്കറ്ററുടെ ഉത്തരവാദിത്തമാണ്. ഉദാഹരണമായിട്ടൊരു മോട്ടോർ ബൈക്ക് വാങ്ങുന്ന ആൾ അതിൻ്റെ വില, മൈലേജ് എന്നിവ മാത്രമല്ല സ്റ്റൈലും രൂപവും എല്ലാം നോക്കും. പിന്നെ വർഗീകരിക്കലും നിലവാര നിർണ്ണയം, ഗ്രേഡിംഗ് ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ. ഉൽപ്പന്നങ്ങളുടെ സവിശേഷത അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ അവയെ വിഭിന്ന വിഭാഗങ്ങളായിട്ട് തരംതിരിക്കും, ഗ്രേഡുകളായിട്ട്. നല്ല ക്വാളിറ്റി, ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, എക്സ്പോർട്ട് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തരംതിരിക്കാറില്ലേ, അതുപോലെ പ്രൊഡക്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, തരംതിരിക്കുന്നു. പാക്കിംഗ് കൊടുക്കുക, ലാബലിംഗ് കൊടുക്കുക. പാക്കേജിംഗ് എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, നാശമായി പോവാതിരിക്കാൻ. ലാബലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാബിൽ നിങ്ങളുടെ ഒരു നെയിം സ്ലിപ്പും ലാബിൽ അടിക്കുന്ന ഒരു ഐഡൻറ്റിഫിക്കേഷൻ, ആ പ്രൊഡക്റ്റ്, അതിൻ്റെ പേര്, അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ എന്ത് ചെയ്യുന്നു, നോക്കുന്നു. ബ്രാൻഡിങ്, അതിന് നാമീകരണം എന്ന് പറയുന്നത്, നാമം കൊടുക്കുക. ഒരു ഫാൻ, ഒരു മൊബൈൽ ഫോൺ എന്നിവ ഒരു പൊതു ഉൽപ്പന്നങ്ങളെ തിരിച്ചറിയാനാണ് നമ്മൾ എന്തൊരു നാമം കൊടുക്കുന്നത്, ഒരു പേര് കൊടുക്കുന്നത്. ഇപ്പോൾ സാംസങ്ങിൻ്റെ ഫോൺ, പോളാർ ഫാൻ, ഒപ്പോയുടെ ഫോൺ, അല്ലെങ്കിൽ സോണി TV. ഇപ്പോൾ പോൺസ്, അതിന് പൗഡറിന് ഒരു പൗഡറാണ് സാധനം, പക്ഷെ അത് പോൺസ്, അല്ലെങ്കിൽ ഹിമാലയ, അതൊക്കെ എന്താണ്, അതിൻ്റെ ബ്രാൻഡ് ആണ്, പേര് കൊടുക്കുക. വില നിർണ്ണയം, നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, വില നിർണ്ണയിക്കണം. വില നിർണ്ണയിക്കുന്നു. ഗതാഗതം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗതാഗതം എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ എന്താവശ്യമാണ്, ഗതാഗതം ആവശ്യമാണ്. സംഭരണം, സ്റ്റോറേജ്, ഉണ്ടാക്കി വെച്ച പ്രൊഡക്റ്റ് കേടുപാടുകളിൽ നിന്നൊക്കെ സംരക്ഷിച്ച് ആവശ്യമായ സമയത്ത് ആ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, സംഭരിച്ചു വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ് വിപണനത്തിൻ്റെ ധർമ്മങ്ങൾ കേട്ടോ. കുറച്ച് അറിയാവുന്ന ഒരു 8 പോയിന്റെങ്കിലും കയ്യിൽ വേണം. പിന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിപണന മിശ്രിതം എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് മിക്സ്, ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. 4 Pകൾ എന്ന് പറയും, 4P എന്ന് പറയും. വിപണന മിശ്രിതം, മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയും. ഇതാണ് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ഉൽപ്പന്നം, വില, സ്ഥലം, സംവർദ്ധനം എന്ന് പറയുന്നുണ്ട്. ഉൽപ്പന്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റ്. ഉൽപ്പന്നം തന്നെ പലതരത്തിലുണ്ട്. ഉപഭോഗ ഉൽപ്പന്നം, അതുപോലെ തന്നെ വ്യാവസായിക ഉൽപ്പന്നം, നമ്മുടെ എന്താ പറയുക, പെട്ടെന്ന് നാശമായി പോകുന്നത് കൺസ്യൂമർ ഗുഡ്സ്, അതുപോലെ തന്നെ ഷോപ്പിംഗ് ഗുഡ്സ്, സ്പെഷ്യാലിറ്റി ഗുഡ്സ്, അങ്ങനെ പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണോ വിൽക്കാനായിട്ട് പോകുന്നത്, കൈമാറ്റം ചെയ്യാനായിട്ട് പോകുന്നത് വിപണിയിൽ, ആ ഒരു ഐറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഉൽപ്പന്നം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഉണ്ടാക്കി എഴുതാനായിട്ട് പറ്റണം. ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന സേവനം എന്താണ്, ഉൽപ്പന്നമാണ്. ഇപ്പം ഇൻഷുറൻസ് ഒരു പോളിസി എടുക്കുന്നത് ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്ന പോലെ തന്നെയാണ്. വില എന്ന് വെച്ചാൽ ആ ഒരു ഉൽപ്പന്നം വിൽക്കുന്ന പ്രൈസാണ്. പ്രൈസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കുറയാനും പാടില്ല, കൂടിപ്പോവാനും പാടില്ല. നമുക്ക് ലാഭം ഉണ്ടാവണം, കസ്റ്റമേഴ്സിനെ താങ്ങാൻ പറ്റുന്ന വിലയ്ക്ക് വേണം നമ്മൾ വിൽക്കാൻ. സ്ഥലം, പ്ലേസ്,
അപ്പോൾ ഉൽപാദകനും ഉപഭോക്താവും തമ്മിലുള്ള ദൂരം വ്യാപാരത്തിന് തടസ്സം നിൽക്കുന്നു. സ്ഥലപരമായ തടസ്സത്തെ ഉചിതമായ ഗതാഗത സംവിധാനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരിഹരിക്കാൻ പറ്റും. ഇപ്പോൾ ടൈൽസോ മാർബിൾസിനൊക്കെ ഫേമസ് ആണ് രാജസ്ഥാൻ. രാജസ്ഥാനിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരിട്ട് പോയിട്ട് ഓരോ കസ്റ്റമേഴ്സ് മേടിക്കണോ? അല്ല, അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡക്റ്റ് നമ്മുടെ നാട്ടിലെത്തിക്കുന്നുണ്ട്. അപ്പോൾ ഡയമണ്ടിനൊക്കെ സൂറത്തൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അവിടെ നമ്മൾ നേരിട്ട് പോയിട്ട് മേടിക്കുന്നുണ്ട്? ഇല്ല, അവിടെ പോയിട്ട് നമ്മുടെ ജ്വല്ലറി ഉടമകളൊക്കെ കളക്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്നു. ഗതാഗതമാണ് ആ ഒരു തടസ്സം കളയുന്നത്. സംവർധനം മീൻസ് പ്രൊമോഷൻ. സെയിൽ കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ വരും, സംവർധനത്തിൽ വരും, പ്രൊമോഷനിൽ വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഡിസ്കൗണ്ട് കൊടുക്കുക, കൂപ്പൺ കൊടുക്കുക, ലക്കി ഡ്രോകളുണ്ട് ഇപ്പോൾ. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫർ ഉണ്ട്. പിന്നെ നമ്മൾ ചായപ്പൊടിയിലൊക്കെ കണ്ടിട്ടില്ലേ? AVT ചായപ്പൊടിയൊക്കെ മേടിക്കുമ്പോൾ ഭാഗ്യധാര. പണ്ട് കാലത്ത് എന്തുണ്ടായിരുന്നു? ലെക്സ് സോപ്പിൻ്റെ ഉള്ളിൽ 1 രൂപ കോയിൻ ഉണ്ടായിരുന്നു, ഗോൾഡ് കോയിൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ എക്സ്ട്രാ കൊടുക്കുക. അപ്പം 5ൻ്റെ കൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് 5 രൂപയ്ക്ക് 10 രൂപയ്ക്കുള്ള 5% എക്സ്ട്രാ. ബിസ്ക്കറ്റിൽ എക്സ്ട്രാ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബിസ്ക്കറ്റിൻ്റെ ഒപ്പം കൂടെ വേറെ എന്തെങ്കിലും കൊടുക്കുക. നോട്ട്ബുക്ക്, ക്ലാസ്മേറ്റ് നോട്ട്ബുക്കിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഒരു പെന്ന് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ എന്തിനാണ്? സെയിൽസ് പ്രൊമോഷനാണ്, സെയിൽ കൂട്ടാനുള്ള വഴികളാണ്. ഈ 4 ഏതിൽ വരുന്നത്? വിപണന മിശ്രിതത്തിൽ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. വിപണന മിശ്രിതം ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ കണ്ട പലതരത്തിൽ പ്രൊഡക്റ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഉപഭോഗ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി യൂസിനുള്ളത്. പിന്നെ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ പറയുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ അസംസ്കൃത പദാർത്ഥങ്ങൾ, സ്പെയർ പാർട്സുകളൊക്കെ ഒരു വേറെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. അത് മുഴുവനും നമുക്ക് എഴുതാനുള്ള നേരം ഉണ്ടാവില്ല. പ്രൊഡക്റ്റിൽ വരുന്നത് തന്നെയാണ് ബ്രാൻഡിങ്, നാമം കൊടുക്കുക. ഈ ബ്രാൻഡിങ്ങിൻ്റെ നേട്ടങ്ങൾ നമ്മളൊന്ന് പഠിച്ചു വെക്കണം. നമുക്ക് ഉൽപ്പന്നങ്ങളെ വേർതിരിച്ചറിയാൻ പറ്റും. ഇപ്പം നൈക്കിയുടെ ഷൂ, അതുപോലെ തന്നെ അലൻസോളിയുടെ ഷർട്ട്. അപ്പോൾ ഇതൊക്കെ ബ്രാൻഡാണ്. പരസ്യത്തിന് സഹായിക്കും, ഗുണനിലവാരം ഉറപ്പുവരുത്തും, സ്ഥാപനത്തിൻ്റെ പദവിയുടെ അടയാളമാണ്. ഉത്തമമായ ബ്രാൻഡ് നാമത്തിൻ്റെ സവിശേഷതകൾ എന്താ? അപ്പോൾ കല്യാൺ സിൽക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ബ്രാൻഡ് ഉണ്ട്. എന്തായിരിക്കും? ചുരുങ്ങിയ പദമായിരിക്കണം, എളുപ്പത്തിൽ ഉച്ചരിക്കാൻ പറ്റണം, എളുപ്പത്തിൽ ഓർക്കാൻ കഴിയണം, നിലവിലുള്ള ഒരു നാമമായിരിക്കരുത്, വേറെ ആൾക്കാരുടെ ബ്രാൻഡിൻ്റെ പേര് കോപ്പി ചെയ്യരുത്. നൈക്കിയുടെ ഷൂ എന്നൊക്കെ പറയുന്നില്ലേ? കാലഹരണപ്പെട്ട നാമമായിരിക്കരുത്. കേൾക്കാൻ ഇമ്പമുള്ളതും സത്യമുള്ളതുമായ ഒരു സഭ്യമുള്ളതുമായിരിക്കണം. പാക്കേജിങ് എന്തിനു വേണ്ടിയിട്ട്? ഇതൊക്കെ ചോദിക്കും. പാക്കേജിങ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പ്രൊഡക്റ്റ് നാശമായി പോവാതിരിക്കാനാണ്. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്തൊക്കെ നാശമായി പോവാതിരിക്കാൻ. അതുപോലെ തന്നെ പ്രൈമറി പാക്കിംഗ് ആണ്. പാക്കേജിങ്ങിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സൈലന്റ് സെയിൽസ്മാൻ ആണ് പാക്കേജിങ് എന്ന് പറയുന്നത്. നമ്മളൊരു കടയിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഒരാൾ പറഞ്ഞില്ലേ, ആ പാക്കറ്റ് കണ്ടിട്ടാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് എടുക്കുന്നത്, അതിൻ്റെ അട്രാക്ഷൻ നോക്കിയിട്ട്. അപ്പോൾ പാക്കേജിങ് എന്താണ്? ഒരു സൈലന്റ് സെയിൽസ്മാൻ ആണ്. ഉൽപ്പന്നം നാശമായി പോവാതിരിക്കാൻ വേണ്ടി പ്രാഥമിക പാക്കേജിങ് കൊടുക്കും. സെക്കൻഡറി പാക്കേജിങ് ഉണ്ട്. ഗതാഗതത്തിന് ആവശ്യമായിട്ടുള്ള പാക്കേജിങ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പോകളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അതൊക്കെ കോക്കനട്ട് മിൽക്ക് അങ്ങനെ നാശമായി പോകുന്ന പ്രൊഡക്റ്റുകൾക്കൊക്കെ ടെട്രാ പാക്കിംഗ് ഉണ്ട്. സ്പെഷ്യൽ പാക്കേജിങ് വളരെ പ്രൊട്ടക്ഷനാണ്. നമ്മുടെ പ്രൊഡക്റ്റിനെ സേഫായിട്ടും അതുപോലെ തന്നെ മറ്റുള്ള കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട്, അവരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു സെയിൽസ്മാൻ ആയിട്ട് നമുക്ക് ആരെ പറയാം? പാക്കേജിങ്ങിനെ പറയാം. ഈ പാക്കേജിങ്ങിൻ്റെ പ്രാധാന്യം പഠിക്കണം. ആകർഷണീയമാക്കും, എളുപ്പത്തിൽ സംഭരിക്കാൻ പറ്റും, കേടുപാടുകൾ വരില്ല, ശരിയായ അളവിലും മേന്മയിലും വിതരണം ചെയ്യാൻ പറ്റും. ധർമ്മങ്ങൾ പറയുന്നുണ്ട്, പരിരക്ഷ ഉണ്ട്, ഉൽപ്പന്നങ്ങളെ തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ ഡയറി മിൽക്കിൻ്റെ പാക്കേജിങ് കണ്ടിട്ടാണ്, അല്ലാണ്ട് ഏത് വായിക്കാൻ അറിയാത്തവർക്കും ഡയറി മിൽക്ക് കണ്ടാൽ അറിയാൻ പറ്റും. അതുപോലെ 50-50 ബിസ്ക്കറ്റുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഡാർക്ക് ഫാൻറ്റസി, നമുക്ക് മൈൻഡിൽ തന്നെ വരും. അവരുടെയൊക്കെ ഒരു പാക്കേജിങ് തന്നെ നമുക്ക് വരും. കിറ്റ് കാറ്റിൻ്റെ റെഡ് കളർ, മഞ്ചിൻ്റെ പാക്കേജിങ് അല്ലേ? അപ്പോൾ നമ്മൾ പാക്കേജിങ് വെച്ച പ്രൊഡക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് അറിയാം. എക്സാമ്പിളുകൾ തന്നെ വെച്ചിട്ട് എഴുതുക. ഉൽപ്പന്നത്തിൻ്റെ ഉപയോഗത്തെയൊക്കെ സൗകര്യപ്പെടുത്തുന്നുണ്ട്. പിന്നെ ചില പാക്കറ്റ് സൗകര്യത്തിന് നമ്മൾ നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില പാക്കേജിങ് സൗകര്യങ്ങളുണ്ട് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാനും സുഖമാണ് ആ പ്രൊഡക്റ്റ്. ലാബലിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ബുക്കുമ്പോൾ പേര് എഴുതുന്ന പോലെ തന്നെയാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ബുക്കിൻ്റെ മുകളിൽ പേര് എഴുതണം, നിങ്ങളുടെ പേര് എഴുതണം, ഡിവിഷൻ എഴുതണം, അതുപോലെ തന്നെയാണ് എന്ത് ലാബലിംഗ് വരുന്നത്. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അളവ്, തൂക്കം, പാക്ക് ചെയ്ത ഡേറ്റ്, എത്ര ദിവസം എക്സ്പയറി, ആർക്കൊക്കെ യൂസ് ചെയ്യാം, എത്ര ഇൻഗ്രീഡിയൻസ് അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്, ലാബിൽ കൊടുക്കുക. ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കംപ്ലീറ്റ് ഇതിലുണ്ടാവും. അതിന് മുകളിലത്തെ വാർണിംഗ് വരെ ഉണ്ടാവും. ചിലതിൽ നമ്മൾ കാണാറുണ്ട് ബിലോ 3 years ചിൽഡ്രൻ അത് യൂസ് ചെയ്യരുത്, അലർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ആ ഒരു സ്റ്റോപ്പ് ചെയ്യണം, ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം, അങ്ങനെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരാറുണ്ട്. ആ ലാബലിങ്ങിൻ്റെ കാര്യം നോക്കുക. പ്രൈസിങ്, വില നിർണ്ണയിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് പഠിക്കണം. വിതരണ മാർഗം ഒന്ന് പഠിച്ചു വെക്കേണ്ടതാണ് നിങ്ങൾ.
നേരിട്ടുള്ള വിപണന മാർഗം, ഇതൊന്ന് വരച്ചെഴുതാൻ തന്നെ നോക്കുക. ഉൽപാദകൻ ഉപഭോക്താവിന് നേരിട്ട് കൊടുക്കുന്നു, അവിടെ ഇടനിലക്കാരില്ല. നേരിട്ടല്ലാത്തതിൽ ഇടനിലക്കാർ വരും. ഉൽപാദകൻ ചില്ലറ വ്യാപാരിക്ക് കൊടുക്കുന്നു, ചില്ലറ വ്യാപാരി ഉപഭോക്താവിന് കൊടുക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നു? ഉൽപാദകൻ മൊത്ത വ്യാപാരിക്ക് കൊടുക്കുന്നു, മൊത്ത വ്യാപാരിയുടെ അടുത്ത് നിന്ന് ചില്ലറ വ്യാപാരി വാങ്ങുന്നു, പിന്നെ ഉപഭോക്താവിലെത്തുന്നു. ത്രിതല വിതരണ മാർഗത്തിൽ എന്താ? ഉൽപാദകൻ മൂന്നാൾക്കാരുണ്ടാവും. ഉൽപാദകൻ, ഏജന്റ് വന്നു, മൊത്ത വ്യാപാരി വന്നു, ചില്ലറ വ്യാപാരി വന്നു, എന്നിട്ട് ഉപഭോക്താവ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഈ പാഠത്തിന്റെ ബാക്കി ഭാഗം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.